ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കഴിഞ്ഞ വർഷത്തെ ഇടപാടുകളിലേക്കും ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെ കൊണ്ടുപോയത് SIT അന്വേഷിക്കുന്നു. PS പ്രശാന്ത് കുരുക്കിൽ 2019 ക്രമക്കേട് കഴിഞ്ഞ വർഷം നടന്നിട്ടില്ലെന്ന് ന്യായീകരണവുമായി മന്ത്രി VN വാസവൻ. അറിയാനുള്ള അവകാശം നമുക്കുമില്ല. ഇതാണ് ഇതിനകത്തെ വസ്തുത. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അറിയിച്ചിരുന്നില്ല. അല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പക്ഷെ അറിഞ്ഞിരുന്നില്ല. ഗവൺമെന്റ് പറഞ്ഞതല്ല. അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. ഗവൺമെന്റ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിക്കുക. അത്തരം കാര്യങ്ങൾ 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവപ്രശ്നവും മറയാക്കി. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിലെ വിവാദത്തിൽ വിശദീകരണവുമായി P. ശ്രീലേഖ. വിളിക്കാതെ VVIPകളുടെ അടുത്ത് പോകരുതെന്നാണ് പഠിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച സ്ഥലത്ത് തുടർന്നത് അച്ചടക്കത്തിന്റെ ഭാഗമായെന്നും ശ്രീലേഖ. ഈ ശ്രീധരന്റെ അതിവേഗ റെയിൽ പാതയിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം എത്താൻ 3.5 മണിക്കൂർ, 5 മിനിറ്റ് ഇടവേളയിൽ ട്രെയിൻ, 25 കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകൾ, മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വരെ വേഗത. DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തിയെന്ന് ശ്രീധരൻ. $20 കോടിയുടെ മഹാഭാഗ്യവാൻ ആര്? 2 മാസം നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ അല്പസമയത്തിനകം തീരുമാനം. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഉടൻ. മെന്റലിസ്റ്റ് ആദ്യ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി പരാതിക്കാരൻ ബെന്നി വാഴപ്പിള്ളിൽ. എൻ്റെ അടുത്തുനിന്ന് ഒരു 35 ലക്ഷം രൂപ പുള്ളി കടമായിട്ട് മേടിച്ചു. അപ്പം ഈ പൈസ മേടിക്കുമ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്, ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള ഷോയുടെ ഡേറ്റ് മുഴുവൻ എനിക്ക് തന്നേക്കാന്ന്, ഞാൻ മുഖാന്തരം ചെയ്തോളാമെന്നും. ഇതൊന്നും നടന്നില്ല. ഷോയ്ക്ക് വേണ്ടി ആദിക്ക് 35 ലക്ഷം നൽകി തന്നെ മോശമായി ചിത്രീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ബെന്നി. വിഴിഞ്ഞം തുറമുഖത്തിന് 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കം. ചിലവഴിക്കുക 10,000 കോടി. 2028ഓടെ വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാക്കുക ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയ ശബ്ദരേഖയിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഈ മാസം 28-ന് വിധി പറയും.